കൊല്ലം തേവലക്കരയിൽ സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച മിഥുൻ്റെ മൃതദേഹം സംസ്കരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുന്നു. മിഥുൻ്റെ കുഞ്ഞനുജൻ തന്നെയാണ് കർമ്മങ്ങളൊക്കെയും ചെയ്തത്. അവസാനം ചിതയ്ക്ക് തീ കൊളുത്തിയിരിക്കുന്നു. ലിജോ റോളൻസ് തുടരുന്നുണ്ട് അവിടെ നിന്ന്. ലിജോ, ഇനി എന്തെങ്കിലും കർമ്മങ്ങൾ ബാക്കിയുണ്ടോ?
ഇതിന്റെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ആ സംസ്കാര ചടങ്ങുകൾ ഏകദേശം പൂർത്തിയായതിന് പിന്നാലെ തന്നെ ഒരു മഴയും ഈ വീടിനോട് ചേർന്ന പരിസരത്ത് പെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കാരണം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് 5 മണിക്ക് വെച്ചിരുന്ന സംസ്കാര ചടങ്ങുകൾ അല്പം നേരത്തെ 4:30 പൂർത്തിയാക്കിയത്. നേരത്തെ ചിന്തിച്ചതുപോലെ തന്നെ ഇപ്പോൾ ആ മഴ കൂടെ പൊയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനും സാധിച്ചിട്ടുണ്ട്. കുടുംബം ആകെ ഇപ്പോഴും വിഷമത്തിലാണ്. ആ സംസ്കാര ചടങ്ങുകൾ 4:30 പൂർത്തിയാക്കിയതിന് പിന്നാലെ സഹോദരനും അച്ഛനും അടക്കമുള്ളവർ ുള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയും അമ്മയെ കഴിയുന്ന രീതിയിൽ ആശ്വസിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെ യാത്ര ചെയ്ത് 2 ദിവസമായി ആകെ യാത്ര ചെയ്തിട്ടാണ് അമ്മ വീട്ടിലെത്തിയിരിക്കുന്നത്. തുർക്കിയിലായിരുന്നു, അവിടെ നിന്നും കുവൈറ്റിലേക്ക് വരുന്നു. അതിനുശേഷം ഒരു ഇടതരമില്ലാതെ ഒരു യാത്ര ചെയ്തുകൊണ്ട് കൊച്ചിയിലെത്തുകയും പോലീസ് കമ്പനിയോടുകൂടെ വീട്ടിലെത്തുകയും ചേർന്നു. വീട്ടിലെത്തുമ്പോൾ അമ്മയെ കാത്തിരുന്നതാകട്ടെ മകന്റെ ഒരു ചേതനേറ്റ ശരീരമായിരുന്നു. അപ്പോൾ ഉണ്ടായിരിക്കുന്ന ആ ഒരു മാനസിക വിഷമം, അമ്മ 2 ദിവസമായി എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്ന് പോലും കൃത്യമായിട്ട് ആ കുടുംബത്തിന് ഇപ്പോഴും ചോദിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു വേദനപ്പെടുത്തുന്ന കാര്യം. ഇനിയിപ്പോൾ ബന്ധുക്കൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ചടങ്ങുകൾ, മതപരമായ ചടങ്ങുകൾ പൂർത്തിയാക്കി കർമ്മങ്ങൾ ചെയ്ത ശേഷം ചീറ്റയ്ക്ക് തീ കൊളുത്തിയപ്പോൾ ആ ചടങ്ങുകൾ, സംസ്കാര ചടങ്ങുകളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇനി മറ്റ് കുടുംബാംഗങ്ങളാണ് ആ വീട്ടിലുള്ളത്. ഒപ്പം തന്നെ അവരെ ആശ്വസിപ്പിക്കുന്നതിന്റെ ബന്ധുക്കളും മിത്രങ്ങളായുള്ള നിരവധി ആളുകൾ വീട്ടിലേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.